ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എല്ലാവരും ആഗ്രഹിക്കുന്ന, അതിൽ വളരെ കുറച്ച് പേർ മാത്രം എത്തിപ്പെടുന്ന, എന്നാൽ അതിലും വളരെ കുറച്ച് പേർ മാത്രം സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു സത്യം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം. ലൈഫ് ബ്യൂട്ടിഫുള്ളായി മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റും, നമ്മളെല്ലാവരും, ഞാനടക്കം. പക്ഷേ അതിലേക്ക് എത്തിപ്പെടാൻ നടത്തുന്ന ശ്രമങ്ങളിൽ പലപ്പോഴും പലരും പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, ഇന്നലകളിലേക്ക് പോയി, ഇന്നലെ നമ്മൾ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളിലേക്ക് പോയി നമുക്ക് നമ്മുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയേയില്ല. ഇനി നാളുകളിലേക്ക്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമ്മുടെ ലൈഫ് ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ വേണ്ടുന്ന കാര്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ച് ഫ്യൂച്ചറിൽ കറക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഒരുറപ്പുമില്ല. പിന്നെ നമുക്ക് ആകെ ഉറപ്പുള്ളത് ഇതാ ഇപ്പോൾ, ഈ നിമിഷം, റൈറ്റ് നൗ, ഈ സമയങ്ങളിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളിൽ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്താൽ, ഒന്ന് പ്ലാൻ ചെയ്താൽ, നമ്മൾ ഇടുന്ന ടൈം, മണി, എഫർട്ട്, ഇതിനെക്കുറിച്ചൊരു അവബോധം നമുക്കുണ്ടായാൽ നമുക്ക് കുറച്ചുകൂടി അതിനുള്ള സാധ്യത ഒരുങ്ങുന്നുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സാധാരണഗതിയിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫ്, നമ്മൾ ഇടുന്ന ഒരു എഫർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ എങ്ങനെയാണ്? ചില ആളുകൾ അവരുടെ ഫാമിലിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും വേണം. ചില ആളുകൾ ആ ഇമ്പോർട്ടൻസ് ഇത്തിരി അധികമായി കഴിഞ്ഞാൽ തൻ്റെ പ്രൊഫഷനിൽ അത് വളരെ സ്ട്രഗിൾ ചെയ്യാനിടയാവുന്നുണ്ടാവും. തൻ്റെ ഫാമിലി ലൈഫിൽ വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, നന്നായിട്ട് ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ടാവും, കൂടുതൽ സമയം, ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നു, കൂടുതൽ എഫർട്ട് അവിടെ ഇടുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഫാമിലി ലൈഫിൽ നമുക്ക് എന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതേസമയം ചില ആളുകളോ തൻ്റെ വർക്ക് ലൈഫിൽ വളരെ വലിയ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട്, കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട്, കൂടുതൽ എഫർട്ട് ഇട്ടുകൊണ്ട് ഒരു വർക്കഹോളിക്കായി മാറുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അവർക്ക് ഫാമിലി അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. അവർ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുമ്പോഴും ഓഫീസിൽ നിന്ന് തിരികെ വീട്ടിൽ വരുമ്പോൾ ഓഫീസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരവസ്ഥ നമുക്ക് ചില ആളുകളെ കാണാൻ പറ്റാറുണ്ട്. അവർ പറയുന്നു, ഞാൻ ചെയ്യുന്ന എൻ്റെ ദൗത്യം, എൻ്റെ ഡ്യൂട്ടി, എൻ്റെ റെസ്പോൺസിബിലിറ്റി വളരെ വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അത്തരം ചില കാര്യങ്ങൾ വീട്ടിൽ വന്നും ചെയ്യേണ്ടതുണ്ട്, ഒഴിവാക്കാനാവില്ല എന്നാണ് അവർ പറയുന്നത്. ഓഫീസ് കൂടി വീട്ടിലേക്ക് എത്തുന്ന സമയത്തോ വീടും അശാന്തി അല്ലെങ്കിൽ അസ്വസ്ഥത നിറയും. തൻ്റെ എഫർട്ട്, തൻ്റെ മാത്രം സന്തോഷമാണ് അത് അദ്ദേഹം അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം അത് എൻജോയ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഫാമിലി ലൈഫിൽ മറ്റാളുകളോ, തൻ്റെ ചുറ്റുമുള്ള മറ്റാളുകൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ആയിരിക്കണമെന്നില്ല. ഇനി ചില ആളുകൾ ഈ ഫാമിലി ലൈഫിൻ്റെയും തൻ്റെ പ്രൊഫഷണൽ ലൈഫിൻ്റെയും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് സ്വന്തം കാര്യം എന്താവാറ്, ആ പേഴ്സണൽ ലൈഫിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട്. ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ഐ ഡോണ്ട് കെയർ, ലീസ്റ്റ് ബോധേഡാണ്. എങ്ങനെ? അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാനോ അതിനെക്കുറിച്ചൊന്നും തല പോയിക്കാനോ ഞാൻ തയ്യാറല്ല. കാരണം എന്താ, എനിക്ക് എൻ്റെ കാര്യങ്ങളുണ്ട്, ഞാൻ പ്രയോറിറ്റൈസ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്, എനിക്ക് വിജയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, എനിക്ക് നേടേണ്ട ചില നേട്ടങ്ങളുണ്ട്, എനിക്ക് സ്വന്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നിലേക്ക് മാത്രം, ഈ വലിയ സമൂഹത്തിൽ താനെന്ന ഒരു ഗോളത്തിലേക്ക്, താനെന്ന ഒരു ഷെല്ലിലേക്ക് ഒതുങ്ങി, ആ ഷെല്ലിനെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നിലേക്ക് മാത്രം ചുരുങ്ങി ജീവിക്കുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ആ പേഴ്സണൽ ലൈഫിന് അദ്ദേഹത്തിന്റെ ടൈം സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ്? കൂടുതൽ ടൈം അദ്ദേഹത്തിന്റെ സ്വന്തം കാര്യങ്ങളിലാണ്. അദ്ദേഹത്തെ ഒന്ന് ഒരുക്കാൻ, സുമുഖനാക്കാൻ, സുന്ദരനാക്കാൻ, അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ, മറ്റാരുടെയും കണ്ണുനീരിനോ പരിഭവങ്ങൾക്കോ പരാതിക്കോ ഒന്നും അദ്ദേഹത്തിന്റെ സ്ഥാനമില്ല, അദ്ദേഹത്തിന്റെ ഇടയിൽ സ്ഥാനമില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്ഥാനമില്ല. അത്തരം ആളുകൾ ഒരു സെൽഫിഷ് മൈൻഡ് എന്നൊക്കെ ആളുകൾ പരിഹസിക്കുന്നുണ്ടാവും. ഐ ഡോണ്ട് കെയർ. അവരതിനെക്കുറിച്ച് ഒട്ടും തന്നെ ബോധർ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യുക? അവരുടെ ലൈഫിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫിൽ അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്കെല്ലാം അവരുടെ നേട്ടങ്ങൾ മാത്രമാണ്. ഇപ്പൊ ചുറ്റും നടക്കുന്ന മാറ്റങ്ങളിലും, ചുറ്റും നടക്കുന്ന മത്സരങ്ങളിലും, ചുറ്റും നടക്കുന്ന ദുരന്തങ്ങളിലും സന്തോഷങ്ങളിലും ഒന്നും അവർ എത്തിപ്പോലും നോക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നമ്മൾ കാണുന്ന ചില ലൈഫാണ്, ചില ജീവിതങ്ങളാണ്. അപ്പൊ ഇതിനിടയിലാണ് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ ചില ആളുകളുടെ ശ്രമം.
ഇതിൽ നമുക്ക് നോക്കാം, നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് ഇത്തരം ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ ഇല്ലാതാവട്ടെ, നമ്മുടെ ലൈഫിനെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കി മാറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ സാധിക്കും? നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്കറിയാം, ഫാമിലി ലൈഫിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ, ഫാമിലി ലൈഫിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്താൽ, കൂടുതൽ എഫേർട്ട് ഇട്ടാൽ നമുക്ക് പ്രൊഫഷണൽ ലൈഫിലെയും പേഴ്സണൽ ലൈഫിലെയും ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ, പ്രൊഫഷണൽ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമിനെയും നമുക്കൊന്ന് കറക്റ്റ് ചെയ്താൽ, ചില കാര്യങ്ങൾ നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട കാര്യങ്ങളെ ഒന്ന് ഡയറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമുക്ക് ആ ഫാമിലി ലൈഫിനെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ ഫാമിലി ലൈഫിനെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ, അതിൽ പ്രൊഫഷണൽ ലൈഫിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതെ തന്നെ, സ്വന്തം കാര്യങ്ങളിൽ വലിയ കാര്യങ്ങളിലേക്ക് കൂടുതൽ പോവാതെ തന്നെ ഇതൊന്ന് ബാലൻസ്ഡ് ആയിട്ട് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പ്രയോറിറ്റൈസ് ചെയ്താൽ, റീറൈറ്റ് യുവർ ഡെസ്റ്റിനി എന്ന് പറയാം. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെയും ലൈഫിനെയും തന്നെ ശരിയായ തരത്തിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് മനോഹരമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഇതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് ബാലൻസ് ചെയ്ത് ഉപയോഗിച്ചാൽ മതിയാവും. എവിടെ ഏതൊക്കെ കാര്യങ്ങളിൽ എത്ര സമയം സ്പെൻഡ് ചെയ്യണം, എത്രമാത്രം എഫർട്ട് ഇടണം, ഏതൊക്കെ കാര്യങ്ങളിലാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അതൊരു പ്ലാനിങ്, പ്ലാൻ ചെയ്യാനും അത് ശരിയായ തരത്തിൽ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും ആ ഇടുന്ന എഫർട്ടുകൾ സക്സസ്ഫുള്ളി നമുക്ക്, എനിക്ക് മാത്രമല്ല എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക്, എൻ്റെ സ്ഥാപനത്തിന്, എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ഫ്രണ്ട്സിന്, അങ്ങനെ മറ്റാളുകളുടെ സന്തോഷത്തെ കെടുത്താതെ തന്നെ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഒരു അവബോധത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരു വ്യക്തിക്കും തൻ്റെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കി തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടാവും. അങ്ങനെ എല്ലാ ആളുകൾക്കും തൻ്റെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാനും മറ്റുള്ള ആളുകളുടെ സന്തോഷം ഒട്ടും കളയാതെ അവരെ കൂടി സന്തോഷിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാനും ആ സെലിബ്രേഷനിൽ മറ്റാളുകൾ കൂടി ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലേക്ക് ലൈഫ് ബ്യൂട്ടിഫുള്ളായി മാറാൻ ഇടയാവട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും സൈനിങ് ഓഫ്, രാധാകൃഷ്ണൻ. ബി ബെറ്റർ എവരി ഡേ.